ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫിറോസ് ദാദു. എല്ലാ കൂട്ടർക്കും ഫിറോസ് ദാദു മൊബൈൽ ടിപ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വീഡിയോ കോൾ ആപ്പാണ് IMO. ഈ IMOയിലുള്ള ഇപ്പോഴുള്ള റിംഗ് ടൂൺ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ബോറടിക്കുന്ന റിംഗ് ടൂണായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ റിംഗ് ടൂൺ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, നമുക്ക് നല്ലൊരു റിംഗ് ടൂൺ ആക്കി മാറ്റാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. തീർച്ചയായും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതോടൊപ്പം എൻ്റെ ഫേസ്ബുക്ക് പേജായ ഫിറോസ് ദാദു മൊബൈൽ ടിപ്സിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ ശ്രമിക്കണം. കാരണം പകുതി വെച്ച് നിർത്തി അത് ചെയ്യാൻ കഴിയില്ല, പ്രത്യേകം ഓർമ്മപ്പെടുന്നു. ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. പ്രത്യേകിച്ച് IMO ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ IMOയിൽ നിന്നുകൊണ്ട് നമുക്ക് റിംഗ് ടൂൺ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ IMOയിൽ ഇല്ല. ഈ ഒരു ആപ്ലിക്കേഷൻ മുഖാന്തരം മാത്രമാണ് നമുക്കത് സെറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, എങ്ങനെയാണ് ഈ റിംഗ് ടൂൺ സെറ്റ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെയാണ് IMOയിലുള്ള റിംഗ് ടൂൺ, പഴയ റിംഗ് ടൂൺ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ഒരു റിംഗ് ടൂൺ അതിലേക്ക് സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. ഓക്കെ, നമുക്ക് അതിനു മുമ്പ് ഞാൻ ഈ ഒരു IMOയിൽ ഓൾറെഡി ഞാനൊരു റിംഗ് ടൂൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഐഫോണിൻ്റെ റിംഗ് ടൂൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് കാണിക്കാം, എന്നതിന് ശേഷം രണ്ടാമത് ചെയ്യുന്നത് എങ്ങനെയൊന്നും കാണിക്കാം. ഓക്കെ, നമുക്ക് IMO ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ അഡ്മിന് ഒരു മിസ് കോൾ ഇട്ടിട്ടുണ്ട്. അവൻ തിരിച്ചെടുക്കുക, നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുക. ഇതിന് സെലക്ട് ചെയ്യാൻ APK ഫയൽ ആൻഡ് സെലക്ട് APK ഫ്രം ആപ്പ് എന്നുള്ള രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. അതിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷനായ സെലക്ട് APK ഫ്രം ആപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അല്പം വെയിറ്റ് ചെയ്യുക. ഇതിൽ നിന്ന് നിങ്ങളുടെ IMO നിങ്ങൾ സെലക്ട് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾ IMO കിട്ടും. IMO സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷനായ സിമ്പിൾ എഡിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയും ഫയൽ, ഇമേജ് ആൻഡ് ഓഡിയോ. ഈ ഓഡിയോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ കഴിയും RT30s.OGG എന്നുള്ളൊരു ഭാഗം കാണാം. ഏറ്റവും താഴെയായി കാണുന്ന ഭാഗം ഇതാണ് നിങ്ങളുടെ ഓൾറെഡി ഇപ്പോഴുള്ള റിംഗ് ടൂൺ. ഇപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പഴയ റിംഗ് ടൂൺ ആണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾക്ക് പ്ലേ ചെയ്യണമെങ്കിൽ പ്ലേ ചെയ്ത് കാണിക്കാം. ഇതിൽ നിന്ന് എങ്ങനെയാണ് അടുത്തത് എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അത് നിങ്ങൾ ചെയ്ത് താഴെ കാണുന്ന ഈ ഒരു പെൻസിലിന്റെ ചിഹ്നത്തിൽ അവിടെ പ്രസ് ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഒരു വീഡിയോ, നിങ്ങളുടെ മ്യൂസിക് പ്ലെയറോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഓഡിയോ അതിലേക്ക് സെറ്റ് ചെയ്യാം. അതായത് ഇതിൽ നിന്നും മുക്കത്തെ പെണ്ണ് എന്നുള്ള ഈ ഓഡിയോ ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് കൊടുക്കുക. എന്ന് വെച്ചാൽ താഴെ കാണുന്ന സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ ലെങ്ത് ചിലപ്പം കൂടും. അത് ഈ ഒരു പ്രോസസ്സിംഗ് കാണിക്കാതെ എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നത് പരസ്യങ്ങൾ വരും. അവ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് ബാക്ക് പോവുക, മിനിമൈസ് ചെയ്യുക. ബാക്ക് പോയി നിങ്ങളുടെ IMO അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ IMO ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്യുക. പഴയ IMO അൺഇൻസ്റ്റാൾ ചെയ്യുക. എന്നതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, എന്നതിന് ശേഷം ആ ഒരു ഓപ്ഷൻ തന്നെ വീണ്ടും എടുക്കുക. ആപ്പ് താഴെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം തന്നെ കിട്ടുന്നതാണ്. APK എഡിറ്റർ എന്നുള്ള ഭാഗം കിട്ടുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ എന്നുള്ള ഭാഗം കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. എന്ന് ഓപ്പൺ കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങളുടെ നമ്പർ കൊടുത്ത് വീണ്ടും വെരിഫിക്കേഷൻ ചെയ്യുക. ഓക്കെ, അല്പം വെയിറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ IMO ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ കൊടുത്ത് വെരിഫിക്കേഷൻ ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഇന്ത്യയുടെ നമ്പർ ആയിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. ചെയ്തിട്ടുള്ള ആ നമ്പർ കൊടുക്കുക. അതിൽ നിന്ന് ഇന്ത്യ സെലക്ട് ചെയ്യാം. ഓക്കെ,
ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, നാട്ടിലെ നമ്പർ. ടിക്ക് മാർക്ക് കൊടുത്തു. ഓക്കെ ഓക്കെ, എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് റിംഗ് ടൂൺ ചേഞ്ച് ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, ഇനി ആ അഡ്മിൻ എനിക്ക് ഫോൺ ചെയ്ത് നമുക്ക് നോക്കാം. റിംഗ് ടൂൺ മാറിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. ചെറിയ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.